അവധിയൊക്കെ തുടങ്ങി. ഇനി ജോലി ചെയ്തൊക്കെ മതി. ഒരു സ്ഥലത്ത് നമുക്ക് ടൂർ പോവാം. എങ്ങനെയാണോ നമുക്ക് ടൂർ പോയാലോ? ഓ, എനിക്ക് എന്താ പറഞ്ഞാൽ തീർക്കുന്ന മാത്രമേ. എടാ, വെക്കേഷൻ അല്ല വരാൻ പോകുന്നത്. നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകണ്ടേ? ഞാനൊരു സ്ഥലം ബുക്ക് ചെയ്യട്ടെ. റിച്ച് ഫാമിലി അല്ലേ അതെന്ത് എനിക്ക് പേര് കിട്ടിയിട്ടുണ്ട്, വുഡ്ബെറി ഹൗസ്. വുഡ്ബെറി അത്ര രസമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ട്രീ ഹൗസ്. എടാ, ട്രീ ഹൗസ് നീ ND ഫോറസ്റ്റ് കേട്ടല്ലേ? നമ്മുടെ മനോഹരമായിട്ടുള്ള പുഴയൊക്കെ ഉള്ളത്. അവിടെ അടുത്തൊരു ട്രീ ഫോറസ്റ്റ് ഇട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ? ഓടി. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്യാം. നിനക്ക് ഞാൻ സ്ഥലത്തിന്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ആ ശരിടാ, നമുക്കെല്ലാം പാക്ക് ചെയ്താലോ? പിന്നെ അവിടെ കുറെ മാനൊക്കെ ഉള്ളതല്ലേ, നമുക്ക് അതിനെ വെടി വെച്ചിട്ട് കറി വെച്ച് തിന്നാണ്ടാ, നല്ല ടേസ്റ്റ് ആണ്. വണ്ടി വിട്ടാലോ? അങ്ങനല്ലേ? ശരി. വാ, നടന്നു. എല്ലാരും എന്നെ ഫോളോ ചെയ്തോ. നിങ്ങൾ പേടിക്കില്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. തൃഷ പറഞ്ഞ പോലെ ഇവിടെ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. പക്ഷെ അയാളെ കുറെ ആൾക്കാരിവിടെ ഓടിച്ചു കിട്ടും എന്താ വെടിയൊക്കെ വെച്ചു. എന്നാലും അയാൾ ചത്തില്ലാന്ന് പറയണം. അതൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മളാരും പേടിക്കാൻ പോകണം. പിന്നെ അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ കയ്യിലാ മറ്റേ ആനിമലെ കൊല്ലണ കണ്ണില്ല, അതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് നമ്മുടെ രക്ഷപ്പെടും. പിന്നെ ഞാനുണ്ടല്ലോ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മിലിറ്ററിയിലല്ലായിരുന്നാ. ഇതൊരു പഴയ വീടാണല്ലോ. എടാ, പിന്നെ പഴയ വീടല്ലേ, ഇവിടെ മുമ്പ് ആരോ താമസിച്ചിരുന്നതാ. ഇവിടെ ഫുൾ ആരോ താമസിച്ചിരുന്നതാ. ആ, വീട്ടിൽ കയറി ഇന്നു ഞാനിവിടെ. ഞാൻ ബാഗ് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്തായാലും ഉച്ചയില്ല, നമുക്ക് രാത്രിയായിട്ട് എവിടെയെങ്കിലും നടക്കാൻ പോവാം. ഇവിടെ അല്ല മറ്റേ
അവിടെ വെക്കാനോ എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചതാ. എടാ നമുക്ക് എവിടെയെങ്കിലും നടക്കാൻ പോയാലോ? ആ എനിക്കൊന്നും മയ്യനാ അവിടെ സീന് ചിരിക്കായിരുന്നു. നീ അന്ന് ഇവിടെ റെസ്റ്റ് ചെയ്തോ. പാടാ എടാ അവിടെ ഒരു കാടുണ്ട്, നമുക്ക് അവിടെ കൂടെ പോണം കേട്ടോ. ഫാസ്റ്റ് നമുക്ക് ഇവിടേക്ക് ഒന്ന് പോയിട്ട് വരാം. എടാ ഇതോ കാണുന്നൊരു വീടല്ലേ? പഴയ വീടൊന്നല്ല, ഇത് ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. അത് ട്രീ ഹൗസിന്റെ ബംഗ്ലാവ് വർഷനാണ്. എടാ ആരുടെ ഒരു ബൈക്കൊക്കെ ശേ ഓടുമില്ലെന്ന് തോന്നണം. ഓട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാറ് അല്ലേ? വളരെ പണ്ട വീട്. ഇവിടെയൊക്കെ ഒടിഞ്ഞു വീഴാൻ വരെ ചാൻസ് ഉണ്ട്, കാരണം ട്രീ അല്ലേ, പഴയ ട്രീ ആണ്. എടാ എൻ്റെ മുമ്പിൽ കൂടെ അടങ്ങ്. ഇപ്പൊ പിള്ളേരപ്പുറത്തെ കേസ് ഫുള്ള് ഇനി എങ്ങനെ നിന്നെ കാണാതെ നിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ വേണം സമാധാനം പറയാൻ. എടാ ആ വഴിയാണ് കേട്ടോ, നീ അട ഈ വഴി പോവാം. നമുക്കത് ഈ വഴി പോവാറുണ്ട്, പക്ഷെ എനിക്ക് ആ വഴിയും കൂടെ ഒന്ന് ചുറ്റി കറങ്ങണമായിരുന്നു. എടാ നീ എങ്ങനെ ഇവിടെ വരാനാടാ? ഇത് പുതിയ സ്ഥലം, നീ വന്നിട്ട് പോലും ഉണ്ടാവൂല. ശരിയോ? അത് ഇവിടെ ഇത് എന്തോരം പേപ്പറാ? ഇവിടെ ആരെങ്കിലും പാർട്ടി പേപ്പർ എന്തോ പൊട്ടിച്ചത്? ഒരു പൂച്ച. പൂച്ച ഇപ്പൊ പൂച്ചകളെ കണ്ട എനിക്ക് തല്ലി കൊല്ലാതാ തോന്നുന്നു. ശരിയാ, എടാ ഇതെന്തത്? ആ ചിലപ്പോ ഇവിടെ വല്ല ആൾക്കാര് വല്ല ക്യാമ്പിങ്ങിന് കേട്ടോ, അവരെല്ലാം പൊട്ടിച്ചിട്ടായിരിക്കും. കാട് ഇതിപ്പോ ഒരു പാർട്ടി കാട് പോലെ ഉണ്ടല്ലോ. പോടി, ഇതാരോ ഒന്ന് വെച്ച് പൊട്ടിച്ചിട്ടാ നിനക്ക്. നമുക്ക് ഇതൊന്നും എടുക്കണ്ട, അതൊക്കെ അവിടെ ഇട്. എടാ അതൊക്കെ അവിടെ ഇട്. ഇതാണ് പഴയ കാലത്തെ സ്പിന്നർ. ഞാൻ വേണമെങ്കിൽ സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. വാ വാ വാ, സ്ഥലം മാറിപ്പോവാ. അവിടെ ഒരു ഡോഗി ഉണ്ടെന്ന് കേട്ടായിരുന്നു, നമുക്കൊന്ന് പോയി നോക്കാം. അതെ, ഈ വീട്ടിലാണ് ഞാൻ പറഞ്ഞ ഒരു ഡോഗി ഉണ്ട്. ഞാനും കാണട്ടെ മാറിക്ക്. ഓ ഡോഗി കുറെ നാളായി തോന്നുന്നു, ഇതിന്റെ ഓണർ മരിച്ചുപോയി. പാവം ഡോഗി. ഇന്നലെ അഴിച്ചു വിടണ്ട, കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഡോഗികൾ കൂട്ടി കിടന്നിട്ട് കുറെ നാൾ ശേഷം അഴിച്ചു വിട്ടാൽ അവർ ഭയങ്കര അഗ്രസീവായിരിക്കുമെന്ന്. നമുക്കതൊന്നും ചെയ്യാൻ പാടില്ല, നമ്മളെ കടിച്ചു കൊല്ലും. എടാ പോടാ, നിങ്ങൾക്കറിയാം ഇതെന്താന്ന്? ഇതൊരു സിമിസ്റ്റേരിയാ മോനെ. നിങ്ങളെന്താ വിചാരിച്ച ഞാൻ തമാശക്ക് പറയാറുന്നു? അല്ലാടാ നിന്നെയൊക്കെ പ്രാങ്ക് ചെയ്തൊന്ന് പോടോ. എടാ ശരിക്കും എന്താ സിമിസ്റ്റേരി ആർന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, പൊളിച്ച് കളഞ്ഞതാ.
എന്തിനാ നമ്മള് സാധനങ്ങൾ ഓർക്കാനല്ല ഒന്ന്. എടാ നീ എന്താടാ കേക്കടാ? അവളെന്തോ അവിടെ ചവിട്ടിയപ്പോ എന്തോ അനുഭവപ്പെട്ടു. അത് നമ്മളോട് പറഞ്ഞോ, നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? എന്താ പ്രശ്നം ഇവിടെ? എന്താ പ്രശ്നം ഇവിടെ? ഇവിടെ എന്താ കുഴി കൊണ്ടിക്കൊണ്ടിരിക്കുകയാണോ? ഇവിടെ ചവിട്ടി നോക്ക്. അതൊരു ഹോളല്ലേ? അവിടെ തൊട്ടുണ്ടോ ആ ഹോള്? ഹോൾ ഞാൻ ഒരു കല്ലിട്ട് നോക്കട്ടെ. എല്ലാരും അനങ്ങാണ്ടിരിക്കും. ഫുഡ് കാല് അനക്കാണ്ടിരിക്കും. ഫുഡ് സ്റ്റെപ്സ് കേൾക്കാൻ പാടില്ല. നല്ല ആഴമുള്ളതാ, ഒച്ച കേൾക്കാനുള്ള. എനിക്ക് അനക്കരുത് കാല് കേൾക്കാനുള്ള ഒരു ഒച്ച. നല്ല ആഴമുള്ള കുഴിയാ. ഇതിപ്പോ ഇവിടെ ആരാ ഒച്ച? എന്തോ ഈ പഴയ വീട് കണ്ട, ഇവിടെ പണ്ട് ഈ കാടിന്റെ ഉടമസ്ഥൻ ജീവിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പൊ ഇതൊരു ആന്റി പീസായി. ഇവിടെ ആ ഉടമസ്ഥന്റെ കൊറേ സാധനങ്ങൾ ഇരിക്കണതാ. എടാ നമുക്ക് ആ സാധനങ്ങളൊക്കെ എല്ലാം പറക്കാം. എന്നാ നമ്മള് വലിയ കാശുകാരനാവൂലേ? വറക്കാൻ നിന്നാ പിന്നെ എടാ ആ വീടിൽ നിന്ന് പ്രേതബാധയൊക്കെ ഉണ്ടെന്നാണ് പറയണേ. അവിടെ നിന്ന് കേറില്ലേ? അവരുടെ എന്താ അയാള് മരിച്ചതിന്റെ അയാളുടെ ആത്മാവ് ആ വീടിന്റെ ചുറ്റി ഇപ്പോഴും നടക്കണ്ടേ. കാട്ടിലൊന്നും കയറിയാൽ കുഴപ്പമില്ല, ആ വീടിന്റെ അടുത്തോട്ട് പോയാണ് സീൻ. സന്ധ്യ നമുക്ക് വേഗം പോണം. എടാ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ ഇവിടെ കുറെ ആൾക്കാരൊക്കെ മരിച്ചെടുക്കണല്ലേ. അവരെങ്ങാനും നമ്മളെ എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തും. നീ അല്ലേടി പറഞ്ഞ സന്ധ്യ ആവും വേഗം പോണോന്ന്. കണ്ട് നീ തേങ്ങ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടി ഞാൻ പറഞ്ഞില്ലേ വലിയ ഷോ ഒന്നും കാണിക്കാൻ പോകണ്ടാന്ന്. ഇപ്പൊ തെന്നി അടിച്ച് വീണില്ലേ? വാ, പരിക്കതിന് പറ്റിയാ വേറെ തന്നെ വാന്നേ വേഗം. ഇനി അടുത്ത് നീ അവളെ തലം കുത്തി കിടക്കും. ഫുഡാ? ദേ അവിടെ ഒരു എന്തോ കുഞ്ഞ് റെസ്റ്റോറൻറ്റ്സ്, ഒരു തട്ടുകട പോലെ എന്തോ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയി പരിചയമുള്ളൂ. ആദ്യമായിട്ടാ തട്ടുകടയിൽ പോണേ. എന്നോർത്ത് നോമിന് അത്ര ഹുങ്കൊന്നും ഇല്ല, ഷോഫൊന്നും ഇല്ല. അത് നിന്റെ വാർത്താനത്തിൽ തന്നെ മനസ്സിലാക്കി. നിന്റെ കയ്യിൽ എന്നാ ഫുഡ് മേടിക്കാൻ വല്ല കാശും ഉണ്ടോ? നിങ്ങൾക്ക് വല്ല വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നം. ഹോ, ഒരു വട കിട്ടി. അങ്ങനെ ഇവിടെ വട മാത്രമേ ഉള്ളൂ. കഴിക്കാം. അണ്ണന്മാര് കയ്യാക്കിയിട്ട സാധനം അത് കൊതിച്ച് തിന്നാൻ തോന്നുമ്പോ എനിക്ക് ഛർദിക്കാൻ പറ്റും. തിന്നാൻ കിട്ടാത്തോണ്ടല്ലേടാ നീ ഇതിങ്ങനെയൊക്കെ പറയണേ. ഒന്ന് പോടാ. നമുക്ക് ആ വഴി പോവാം. നമുക്ക് ആ വഴി പോവാം. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞു. ദേ ഇവിടെ ഫസ്റ്റ് അതൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് ഒപ്പം നടക്കേ. കണ്ട കസേര അതിനകത്ത് പിള്ളേർ തൂറി വെച്ചായിരിക്കും. അതിനകത്തൊന്നും കയറി ഇരിക്കല്ലേ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എങ്ങനത്തെയാന്ന് നമുക്കറിയില്ല. അവിടെ ഒന്ന് മിണ്ടായിരിക്കും. പിന്നെ എടാ നമ്മള് റിച്ച് ആയിട്ട് എന്താടാ നമ്മൾ ഇങ്ങനെ പറയണ? കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ അവിടെ. ഓ ബ്രോ വാട്ട്സ് യു വാണ്ട്? ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെ ഒരു കുഴി. എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ടാരെ വന്നിട്ട് ക്യാമ്പ് ഫയർ ചെയ്തു തോന്നുന്നു. എന്ന് പറയണേ മറ്റേ ക്യാമ്പൊക്കെ ചെയ്ത് ഫയറൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. നീ ഇവിടെ നിക്ക്, ഞങ്ങളൊന്ന് ഗ്രോസറീസ് കുറച്ച് മേടിക്കണ്ട, അതൊന്ന് മേടിച്ചിട്ട് വരാം. പോടാ. എടാ പതുക്കെ അടക്ക്, പതുക്കെ. ഇതാണ് വണ്ടി. എടാ നീ ആ സീറ്റിൽ കയറിക്കോട്ടോ. പഴയ വണ്ടിയാ. ഇതുപോലത്തെ വണ്ടിയൊക്കെ സിനിമയിലൊക്കെ ഉണ്ടെന്നൊക്കെ ആണ് കേൾക്കണം. ഈ കാട്ടിൽ വല്ല ഗ്രോസറി സ്റ്റോറുണ്ടോ? കാടല്ലാടാ, സിറ്റി. അവിടെ കുറച്ച് മീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് അവിടെ പോയി എങ്ങാനും ഗ്രോസറീസ് എങ്ങാനും വാങ്ങാം. എന്നാ വിട്ടാലാ? എടാ നിന്റെ ആ ഒടുക്കത്തെ പാട്ടൊന്ന് നിർത്തുക. മ്യൂട്ടാക്കി. വാ, നമുക്ക് ഇറങ്ങണ്ടായിരുന്നു. ഗ്രോസറി സ്റ്റോറൊക്കെ എത്തി.
അതൊന്നും ചോദിക്കണ്ട. വാ ഗൂഗിൾ മാപ്പ് വഴി വെച്ച് ഇവിടെ എങ്ങാണ്ടാണ് പറഞ്ഞത്. സ്മെല്ല് വാങ്ങിക്കും. അത് തന്നെയാ ഞാൻ നോക്കണേ. ഗൂഗിൾ മാപ്പിൽ ഇവിടെ ഒരു മോറുണ്ടെന്ന് പറഞ്ഞോ. ഇതിപ്പോ അത് ഇവിടെ ഇല്ലല്ലോ. സിമിസ്റ്റേരിയ. നീ ഇവിടുത്തെ ശവങ്ങളാണോ സാധനങ്ങൾ എടുത്തന്നെ? ഹലോ, ഇവിടെ എല്ലാവരും ഉണ്ടോ? എടാ പട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ പട്ടി എന്തോ കുഴപ്പമുണ്ട്. ഈ പട്ടിക്ക് എന്താ പറ്റി? എടാ നീ അത് കണ്ടായിരുന്നോ? പട്ടീനെ അവിടെ കാലൊക്കെ മാറ്റി മൃഗീയമായിട്ട് കൊണ്ടിട്ടേക്ക. ഇതെന്ത് കുഴപ്പമുള്ള സ്ഥലം? അതാരോ അവിടെ നിക്കണേ? ക്രിസ്മസ് പാപ്പയാണ്. അത് ക്രിസ്മസ് പാപ്പയല്ല, അത് ഇവിടെ ആരോ മരിച്ചത് എഴുന്നേറ്റ് വന്നതാന്നാ തോന്നുന്നത്. ക്രിസ്മസ് ഒക്കെ പോയിന്ന് പറഞ്ഞാലോ, അപ്പൊ അയാളങ്ങ് പോയാലോ. ദൈവമേ. അതേടാ, ഇയാള് നമ്മുടെ അടുത്തായിട്ട് തന്നെയാ വന്നെ. അതുകൊണ്ട് നമ്മളെ കൊല്ലാൻ വന്നായിരിക്കും. എടാ നമുക്ക് ഇയാള് ഗിഫ്റ്റ് തരാൻ വന്നല്ല. ഇയാളുടെ കയ്യിലൊരു കത്തിയുണ്ട്. അത് വെച്ച് കുത്തിയിട്ടായിരിക്കും നമുക്ക് ഗിഫ്റ്റ് തന്നെ. എടാ നമ്മളാരെങ്കിലും രക്ഷിക്കാൻ വന്ന. ഇത് ക്രിസ്മസ് അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളെ ഞാൻ കൊല്ലും. കാരണം ഈ കാട്ടില് തന്നെ എല്ലാവരെയും ഞാനും പിന്നെ വേറൊരാളും കൂടെ ചേർന്ന് എല്ലാവരെയും കൊല്ലും. നിങ്ങളെ രണ്ടുപേരെ ഞാൻ കൊന്നിട്ട് മാത്രമേ ഇവിടെ പോവുള്ളൂ. ആദ്യം ആ മഞ്ഞ ഡ്രസ് ഇട്ട മഞ്ഞപ്പിത്തനെ പിടിക്കാം, പിന്നെ ഞാൻ കുത്തൂടാ. മഞ്ഞ ഡ്രസ് ഇട്ടോ? അയ്യോ അത് ഞാനല്ലേ. അപ്പൊ അയാൾ എൻ്റെ അടുത്തോട്ട് ഉണ്ടല്ലോ. അപ്പൊ നൈസായിട്ട് പുറകോട്ട് നീങ്ങിയേക്ക. അയ്യോ അയ്യോ, ഇനി ആ പീട്ട ചെറുക്കനെ കൊല്ലണം. വൈകാറ് വേഗം കൊല്ലണ്ട. ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖംമൂടി ഇട്ട ആരോ ഇരിക്കുന്നു. അത് ജേഴ്സിന്റെ മുന്നിൽ തന്നെ ഇരിക്കണോല്ലോ അയാള്. ഒരു കത്തിയുണ്ടല്ലോ. അവന്റെ ബോഡി ഞാൻ അങ്ങോട്ട് കാട്ടിലായിട്ട് ഇട്ട് നീ നിന്നെ കൊല്ലാൻ പോവാ. നീ ആരാടി? നിന്നെ കൊല്ലാൻ